റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 11ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 സെഷനിലായിട്ട് നമ്മൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ എലമെൻറ്റ്സ് എന്താണ്, അതുപോലെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ, ഒരു സ്റ്റാൻഡേർഡ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ എങ്ങനെയാണ്, അതിലെ പ്രോസസ്സുകൾ ഏതെല്ലാമാണ്, അതിൻ്റെ pH ഡയഗ്രവും TS ഡയഗ്രവും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്താണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ, അതെങ്ങനെയാണ് pHലും TS ഡയഗ്രത്തിലും വരയ്ക്കുക എന്നുള്ളത് അറിയണം. കൂടാതെ ഇതിന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ റെഫ്രിജറൻറ്റിൻ്റെ പ്രോപ്പർട്ടി ടേബിൾസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ pH ഡയഗ്രവും TS ഡയഗ്രവും യൂസ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. അതിൻ്റെ ചാർട്ടുകൾ ഉണ്ടായിരിക്കും. ഓരോ റെഫ്രിജറൻറ്റിനും ഓരോ പ്രോപ്പർട്ടി ടേബിളും അതുപോലെ തന്നെ pH ഡയഗ്രവും TS ഡയഗ്രവും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാറുണ്ട്. ബട്ട് എന്തായാലും നമുക്ക് റഫായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, എങ്ങനെയായാലും നമ്മുടെ TS ഡയഗ്രമോ pH ചാർട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ബുക്കിലോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വരയ്ക്കേണ്ടി വരും. അല്ലാതെ നമുക്കത് ഈ പ്രോബ്ലം അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും നമ്മളത് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ സൈക്കിൾ കൃത്യമായിട്ട് pHലും TSലും വരയ്ക്കാൻ നിങ്ങൾ പഠിക്കുക. എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റാൻഡേർഡ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക, അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ പ്രോസസ്സിലെയും കണ്ടീഷൻസ്, റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷൻസ് സെയിം ആവണം എന്നില്ല. സ്റ്റാൻഡേർഡ് റെഫ്രിജറേഷൻ സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ അപ്പോൾ അതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളൊരു പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. A 5-ton vapor compression refrigeration system using ammonia works between 40 degrees Celsius and minus 10 degrees Celsius. There is no subcooling of liquid and the gas is dry and saturated at the end of compression. Calculate COP and the flow of refrigerant. Properties of ammonia are as follows. ഒരു 5-ton കപ്പാസിറ്റി, റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന റെഫ്രിജറൻറ്റ് അമോണിയയാണ്. അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചേഴ്സ് പറയുന്നുണ്ട് 40 ഡിഗ്രി സെൽഷ്യസും മൈനസ് 10 ഡിഗ്രി സെൽഷ്യസും. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ദർ ഈസ് നോ സബ് കൂളിംഗ് ഓഫ് ദ ലിക്വിഡ് ആൻഡ് ദ ഗ്യാസ് ഈസ് ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് ആഫ്റ്റർ കംപ്രഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? നമുക്ക് സ്റ്റാൻഡേർഡ് റെഫ്രിജറേഷൻ സൈക്കിള് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ TS ഡയഗ്രാം നോക്കുകയാണെങ്കിലോ pH ഡയഗ്രാം നോക്കുകയാണെങ്കിലോ നമുക്ക് 1 എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കേ. ഇറ്റ്സ് എന്താണ്, കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് പോകുന്ന റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷനാണ് 1 എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷനാണ്. 2 എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ അതെന്തായി, കംപ്രസ് ചെയ്ത് കഴിഞ്ഞു. കംപ്രഷൻ പ്രോസസ്സ് എന്തൊരു പ്രോസസ്സാണ്, ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് സ്റ്റാൻഡേർഡ് റെഫ്രിജറേഷൻ സൈക്കിളിൽ. നമ്മളും ഇവിടെയും ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. പ്രോസസ്സിൽ മാറ്റില്ല. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് രണ്ടാമത്തെ പോയിന്റിൽ റെഫ്രിജറൻറ്റിൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആഫ്റ്റർ കംപ്രഷൻ എന്താണ്, ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് എന്നാണ് പറയുന്നത്. ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ്. അപ്പോൾ ആഫ്റ്റർ കംപ്രഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത്. ഇവിടെ 2 നോക്കിക്കേ, ഈ 2 എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് റീജിയണിലാണ് കിടക്കുന്നത് അല്ലേ, സ്റ്റാൻഡേർഡിൽ. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആഫ്റ്റർ കംപ്രഷൻ അത് എവിടെയാണ്, ഇവിടെ തന്നെയാണ്. എവിടെയാണ്, ഈ കാണുന്ന ലൈനിലാണ്. ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലായിരിക്കണം ആ 2 എന്ന് പറയുന്ന പോയിന്റ് വരേണ്ടത്. അപ്പോൾ അത് വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ 1 എന്ന് പറയുന്ന പോയിന്റ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക. കാരണം ഇതേ സ്ലോപ്പ് എന്ത് ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യില്ല, ഈ ഒരു ലൈനിൽ പോരില്ല, സ്വാഭാവികമായിട്ട് സ്ലോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അത് ഉള്ളിലേക്കാണ് വരിക. 1 എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ എവിടെ വന്നു,
ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിന് പകരം എവിടേക്ക് വന്നു? വെറ്റ് വേപ്പർ റീജിയനിലേക്ക് വന്നു. അതുപോലെ ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈ നമ്മുടെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൻ്റെ ലെഫ്റ്റിലുള്ള റീജിയനെ വിളിക്കുന്ന പേര് സബ് കൂൾഡ് റീജിയൻ. വേപ്പർ ലൈനിൻ്റെ ഇപ്പുറത്തുള്ളതിനെ എന്താ വിളിക്കുക? റൈറ്റിലുള്ള റീജിയനെ നമ്മൾ എന്താ വിളിക്കുക? സൂപ്പർ ഹീറ്റഡ് റീജിയൻ. ഇൻ ബിറ്റ്വീൻ ഇതിനിടയിലുള്ള ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? ഈ ഒരു റീജിയനെ വിളിക്കുന്നത് എന്താണ്? വെറ്റ് വേപ്പർ റീജിയൻ. അപ്പോൾ 2 എന്ന് പറയുന്ന കണ്ടീഷൻ എന്തായിരിക്കണം? നമ്മുടെ പ്രോബ്ലം പ്രകാരം ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ അത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആകുമ്പോൾ 1 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വെറ്റ് വേപ്പർ റീജിയനിലേക്ക് വരും. ഇതേപോലെ ഷിഫ്റ്റ് ആവും ഇങ്ങോട്ട്. ദെൻ എന്നും കൂടി പറയുന്നുണ്ട്, ദർ ഈസ് നോ സബ് കൂളിംഗ് ഓഫ് ലിക്വിഡ്. അതായത് സബ് കൂളിംഗ് നടക്കുന്നില്ല. അതായത് 3 എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെഫ്രിജറന്റിനെ കൂൾ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പോയിന്റ് 3 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മീൻസ് ഈ കാണുന്ന സാച്ചുറേറ്റഡ് ലിക്വിഡ് കഴിഞ്ഞിട്ടുള്ള റീജിയനിലേക്ക് നമ്മുടെ പോയിന്റ് എന്ത് ചെയ്യില്ല? 3 എന്ന് പറയുന്ന പോയിന്റ് വരില്ല. ഓൺലി എവിടെ വരുള്ളൂ? സാച്ചുറേറ്റഡ് ലിക്വിഡിലേ വരുള്ളൂ. ഓക്കെ, അപ്പം അതിൽ മാറ്റമില്ല, അതിൽ മാറ്റം വരുന്നില്ല, അത് ഓർത്തിരിക്കുക. ഓക്കെ, അത്രത്തോളം മാറ്റം നമ്മുടെ സ്റ്റാൻഡേർഡ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളുമായിട്ട് നോക്കുമ്പോൾ ഏതിനുണ്ട്? ഈ പറഞ്ഞ പ്രോബ്ലത്തിനുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിള് എന്തെല്ലാം മാറ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ TS ഡയഗ്രത്തിലോ അല്ലെങ്കിൽ PS ചാർട്ടിലോ ഇത് വരയ്ക്കണം. ഇവിടെ ഏത് ചാർട്ടാണ് വരയ്ക്കാൻ? നമുക്ക് ഒരു ഡയഗ്രമാണ് വരയ്ക്കാൻ എളുപ്പം. ഇവിടെ വരയ്ക്കാൻ എളുപ്പം നമുക്ക് TS ഡയഗ്രമാണ്. കാരണം ഇവിടെ ടെമ്പറേച്ചേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു അപ്പർ ടെമ്പറേച്ചറും ഒരു ഹയർ ടെമ്പറേച്ചറും ഒരു ലോവർ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അതായത് കണ്ടൻസർ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ്, അവിടെയാണ് ഹയർ ടെമ്പറേച്ചർ വരിക. ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എവിടെ വരിക? നമ്മുടെ ഇവാപറേറ്ററിലാണ് വരിക, -10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ടെമ്പറേച്ചർ ലിമിറ്റ്സിലാണ് ആൾ വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ തന്നതുകൊണ്ട് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം നമുക്ക് വരയ്ക്കാം. കാരണം പ്രഷർ തരാത്തത് കൊണ്ടും പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ എൻതാൽപ്പി ഡയഗ്രം നമുക്ക് വരയ്ക്കാമായിരുന്നു. പ്രഷർ തന്നിട്ടില്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ അത് വരയ്ക്കണം. അപ്പോൾ അത് വരയ്ക്കാൻ TS ഡയഗ്രം എടുക്കുന്ന നമ്മൾ റഫായിട്ടാണ് വരയ്ക്കുക കേട്ടോ. ചാർട്ടിലൊന്നുമല്ല, ജസ്റ്റ് TS ഡയഗ്രം നിങ്ങൾ റഫായിട്ട് വരയ്ക്കുക. ഒരു TS ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? -10 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ലൈൻ വരച്ചിരുന്നു, 40 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ലൈൻ വരച്ചിരുന്നു. കാരണം നമുക്ക് 2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, 2 കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻസ് വരച്ചിരുന്നു. ആ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻസ് നിങ്ങൾക്കറിയാം. 40 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ആഫ്റ്റർ കംപ്രഷനിൽ വരുന്ന ലൈനാണ്. അപ്പോൾ ആഫ്റ്റർ കംപ്രഷനിൽ നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈ സാച്ചുറേറ്റഡ് ആണ്, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ അത് ഒബിവിയസ്ലി എന്തായിരിക്കണം? ഈ കാണുന്ന കർവിലായിരിക്കണം അത് വരേണ്ടത്. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിൻ്റെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈന് ഈ കർവിൽ വന്ന് മീറ്റ് ചെയ്യും. ആ പോയിന്റ് നമ്മൾ 2 ആയിട്ട് എടുക്കും, ആഫ്റ്റർ കംപ്രഷനിലുള്ള റെഫ്രിജറൻറ്റിൻ്റെ സ്റ്റേറ്റ്. ദെൻ നിങ്ങളോട് നമ്മൾ പറഞ്ഞു 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2-ൽ നിന്ന് 1-ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴെ നമ്മുടെ ഇതിനെ പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അത് നമ്മുടെ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ദെൻ അപ്പോൾ 1 to 2 എന്ന് പറയുന്ന കംപ്രഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ദെൻ 2 to 3 എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ആണ്. സബ് കൂളിംഗ് നടക്കുന്നില്ല, അതുകൊണ്ട് 3 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നില്ല. അതുപോലെ തന്നെ നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമില്ല എന്ത് ഈ കണ്ടൻസേഷൻ കഴിഞ്ഞിട്ടുള്ള ലിക്വിഡിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, സബ് കൂളിംഗ് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒബിയസ്ലി നമ്മുടെ സ്റ്റാൻഡേർഡ് റെഫ്രിജറേഷൻ സൈക്കിൾ എന്താണ് അത് നിങ്ങൾ അസ്യൂം ചെയ്യുക. സ്റ്റാൻഡേർഡ് റെഫ്രിജറേഷൻ സൈക്കിൾ പ്രകാരം 2 to 3 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റ് എന്തായിരുന്നു? സാച്ചുറേറ്റഡ് ലിക്വിഡ് കണ്ടീഷനിലായിരുന്നു. സാച്ചുറേറ്റഡ് ലിക്വിഡ് കണ്ടീഷനിൽ 3 എന്ന് പറയുന്ന പോയിന്റ് വരുന്നു, അത് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ 2 to 3 കഴിഞ്ഞു. ദെൻ 3 to 4 എന്ന് പറയുന്നത് എന്താണ്? ത്രോട്ട്ലിംഗ് പ്രോസസ്സാണ്. അതായത് ഐസെൻതാൽപിക് പ്രോസസ്സാണ്, കോൺസ്റ്റൻറ്റ് എൻതാൽപി പ്രോസസ്സാണ്, ബട്ട് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ 4 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അടയാളപ്പെടുത്തണം. 4 എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യണം? ഈ -10 ഡിഗ്രി സെൽഷ്യസിൽ എവിടെയോ ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈനിൽ എവിടെയോ ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം, ബട്ട് എവിടെയാണെന്നുള്ളതല്ല. ജസ്റ്റ് നിങ്ങൾ 4 എന്ന് അടയാളപ്പെടുത്തുക, എന്നിട്ട് അതൊന്ന് വരയ്ക്കുക. കാരണം ഈ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാക്കി 1, 2, 3 എന്ന് പറയുന്ന പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ കഴിയും. 4 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിങ്ങനെ റഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം വരച്ചിടുക, എന്നിട്ട് ടെമ്പറേച്ചേഴ്സും ഇതെല്ലാം മാർക്കൊക്കെ ചെയ്യുക. ഓക്കെ, ദെൻ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തെല്ലാമാണ് അത് എന്ത് ചെയ്യുക? എടുത്തെഴുതുക.
നമുക്ക് ടെമ്പറേച്ചർ T1 ഹയർ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ലോവർ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അത് രണ്ടിനെയും കെൽവിനിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ +273 എന്ത് ചെയ്യുക, നമ്മുടെ ടെമ്പറേച്ചേഴ്സിൻ്റെ കൂടെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്, തെർമോഡൈനാമിക് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, തെർമോഡൈനാമിക് സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷൻ, ടെമ്പറേച്ചർ എപ്പോഴും എന്തായിരിക്കണം, അതിൽ യൂണിറ്റ്സ് ആബ്സല്യൂട്ടിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കെൽവിനിലിടുന്നത്, പകരം ഡിഗ്രി സെൽഷ്യസിൽ ഇടാതിരിക്കുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുക. അതേപോലെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി 5 ടൺ അതും തന്നിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക, അതും എടുത്ത് എഴുതുക കേട്ടോ. ദെൻ നിങ്ങൾക്കറിയാം റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് അല്ല, COP നമ്മളോട് കാണാൻ പറഞ്ഞത് COP കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന അമോണിയ റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കിലോഗ്രാമാണ് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു അവറിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്നത്, അത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി ടേബിൾ തന്നിട്ടുണ്ട്. പ്രോപ്പർട്ടി ടേബിൾ, അമോണിയയുടെ പ്രോപ്പർട്ടി ടേബിൾ തന്നിട്ടുണ്ട്. പ്രോപ്പർട്ടി ടേബിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിൻ്റെ, സാച്ചുറേറ്റഡ് ലിക്വിഡ് ആവാം, സാച്ചുറേറ്റഡ് വേപ്പർ ആവാം, സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസാണ് തരുന്നത്. അത് എൻതാൽപ്പി ഉണ്ടാവാം, എൻട്രോപ്പി ഉണ്ടാവാം, അതുപോലെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും, സാച്ചുറേഷൻ പ്രഷർ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റെഫ്രിജറൻറ്റ് ടേബിളിൽ എന്ത് ചെയ്യുക, അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് ചെയ്യുക. അത് ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് ആകെ -10 ഡിഗ്രി സെൽഷ്യസിലുള്ളതും അതുപോലെ തന്നെ 40 ഡിഗ്രി സെൽഷ്യസിലെയും കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ അറിഞ്ഞാൽ മതി. കാരണം ആ 2 ടെമ്പറേച്ചർ ലിമിറ്റ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആകെ 2 ടെമ്പറേച്ചർ ലിമിറ്റ്സാണ് നമുക്ക്, ആകെ 2 ടെമ്പറേച്ചർ ലിമിറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ COP കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. നമ്മൾ pH ചാർട്ട് പ്രകാരം, പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം പ്രകാരം നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. H1 - H4 ഡിവൈഡഡ് ബൈ H2 - H1. അതിൽ H4ഉം H3യും, അതായത് 3 to 4 എന്ന് പറയുന്ന എൻതാൽപ്പി കോൺസ്റ്റന്റ് എൻതാൽപ്പി പ്രോസസ്സ് ആയതുകൊണ്ട് H3യും H4ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ H3 എന്ന് കൊടുക്കാം. അപ്പോൾ H1 - H3 ഡിവൈഡ് ബൈ H2 - H1. ഇതെല്ലാം എന്താണ്, സ്പെസിഫിക് എൻതാൽപ്പി ആണ് കേട്ടോ. സ്പെസിഫിക് എൻതാൽപ്പിയാണ്, kJ/kg എന്നുള്ളത് ഓർത്തിരിക്കുക. എന്നിട്ട് നോക്കുക, ഇതിൽ നമുക്ക് അറിയാവുന്ന എൻതാൽപ്പി, ഇതിലിപ്പോൾ H1 എന്ന് പറയുന്നത് നമുക്ക് അറിയുമോ? H1 എന്ന് പറയുന്നത് എവിടെയാണ്? 1 എന്ന് പറയുന്ന പോയിന്റിലെ എൻതാൽപ്പിയാണ് കിട്ടേണ്ടത്. 1 എന്ന് പറയുന്ന പോയിന്റിലെ എൻതാൽപ്പി നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. കാരണം എന്താണ്? 1 എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത് വെറ്റ് വേപ്പർ റീജിയണിലാണ്. നമുക്ക് എപ്പോഴും തന്നിരിക്കുന്ന ടേബിളിലെ എൻട്രോപ്പിയും അതുപോലെ തന്നെ എൻതാൽപ്പിയും ഒക്കെ എന്താണ്, ഈ കാണുന്ന 2 കർവുകളിലുള്ള റെഫ്രിജറൻറ്റിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അല്ലാതെ സബ് കൂൾഡ് റീജിയണിലോ സൂപ്പർ ഹീറ്റഡ് റീജിയണോ അല്ലെങ്കിൽ വെറ്റ് വേപ്പർ റീജിയണിലുള്ളതോ ആയിട്ടുള്ള എൻതാൽപ്പി എൻട്രോപ്പി നമുക്ക് നമ്മുടെ ടേബിളിൽ തന്നിട്ടില്ല. അപ്പോൾ 1 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിൻ്റെ എൻതാൽപ്പി നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ H3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ എൻതാൽപ്പി അത് നിങ്ങൾക്ക് അറിയാം. കാരണം അത് ഈ ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിലാണ് 3 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. 3 എന്ന് പറയുന്ന പോയിന്റ് 40 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണോ ആ സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ എൻതാൽപ്പി അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടേബിൾ പ്രകാരം തന്നിട്ടുണ്ട്. സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണ് അതിവിടെ തന്നിട്ടുണ്ട്, 390.5 kJ/kg. ഓക്കെ, അതേപോലെ തന്നെ H3 കിട്ടിയാൽ നിങ്ങൾക്കറിയാം, H4ഉം 2 ഈക്വലാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ H2 തന്നിട്ടുണ്ടോ? H2 നോക്കിക്കേ, 2 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് വരുന്നത്? ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലാണ് വരുന്നത്. അപ്പോൾ ഡ്രൈ സാച്ചുറേറ്റഡിൻ്റെ കണ്ടീഷൻ നമ്മുടെ ടേബിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിൽ നോക്കുക, 40 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പറിൻ്റെ കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ എൻതാൽപ്പിയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ടേബിളിലുണ്ട്, അതും നമ്മുടെ ടേബിളിൽ ലഭ്യമാണ്.
1490 അല്ലേ? അപ്പോൾ അത് രണ്ടും നമുക്ക് കിട്ടി. 3ഉം 2ഉം നമുക്ക് എന്തായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആരെ മാത്രമേ കിട്ടാനുള്ളൂ? H1 മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോൾ H1 എന്ന് പറയുന്നത്, അതായത് 1ലെ എൻതാൽപ്പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. 1 നിങ്ങളൊന്ന് നോക്കുക. 1 വെറ്റ് വേപ്പർ റീജിയണിലാണ് കിടക്കുന്നത്. എന്താണ് വെറ്റ് വേപ്പർ റീജിയൺ? അവിടെ ലിക്വിഡ് റെഫ്രിജറൻറ്റും ഉണ്ടായിരിക്കും, വേപ്പർ റെഫ്രിജറൻറ്റും ഉണ്ടായിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ് റെഫ്രിജറൻറ്റ് ഉണ്ടായിരിക്കുക. കുറേ പോർഷൻ ലിക്വിഡ്, കുറേ പോർഷൻ വേപ്പറാവും, എന്നാൽ കുറച്ച് പോർഷൻ എന്തായിരിക്കും? ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഉണ്ടായിരിക്കും. അതാണ് 1 എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷനിലുള്ള എന്താൽപ്പി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ അവിടുത്തെ എന്താൽപ്പി, അവിടുത്തെ സ്പെസിഫിക് എന്താൽപ്പി H1 ഈക്വൽ ടു എന്താണ്? ഈ ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ഒരു ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ അതെന്ത് ചെയ്യും? ഈ കാണുന്ന കർവിൽ -10°C ലൈൻ ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു എന്താൽപ്പി ഉണ്ട് അല്ലേ? അതിനൊരു എന്താൽപ്പി ഉണ്ട്. എന്താണ്? -10°C സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ എന്താൽപ്പി. ഓക്കെ, അതാണല്ലോ ഈ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുക. ആ ഒരു റെഫ്രിജറൻറ്റ് നോക്കുക, ഈ ഒരു കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റ്, കാരണം ഈ ഒരു കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റ് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സാച്ചുറേറ്റഡ് ലിക്വിഡ്, കംപ്ലീറ്റ് ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത്, 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിലെ ഭൂരിഭാഗം റെഫ്രിജറൻറ്റും, ലിക്വിഡ് റെഫ്രിജറൻറ്റും എന്തായാലും മാറുന്നുണ്ട്, വേപ്പറായിട്ട് മാറുന്നുണ്ട്. എന്നാൽ മൊത്തമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? കൺവേർട്ട് ചെയ്തില്ല. മൊത്തമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നേരെ വന്നിട്ട് ഈ ലൈൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് അവസാനിക്കണം. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. പക്ഷെ ഇവിടെയല്ല, നമ്മുടെ സൈക്കിൾ പ്രകാരം ഇവിടെയല്ല അത് അവസാനിക്കുന്നതെന്ന് നമുക്കറിയാം. ഇത് എവിടെ അവസാനിക്കുന്നുള്ളൂ? ഇവിടെ അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ അത് കുറേ ഭാഗം റെഫ്രിജറൻറ്റ്, ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? വേപ്പറായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് ലിക്വിഡ് റെഫ്രിജറൻറ്റ് അവിടെ എപ്പോഴും പ്രസൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആ ഒരു 1 എന്ന് പറയുന്ന പോയിന്റിലെ എന്താൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു പോയിന്റിലെ എന്താൽപ്പി അതാണ് H1. കൂടാതെ ഇവിടെ എത്രത്തോളം ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവിടെ വേപ്പറായിട്ട് കൺവേർട്ടായി. അപ്പോൾ അത് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹീറ്റ് അഡീഷൻ അതിലേക്ക് നടക്കണം. ലാറ്റൻ്റ് ഹീറ്റ് അത് അബ്സോർബ് ചെയ്യും. എവിടെ നിന്ന്? ഇവാപറേറ്ററിൽ നിന്ന് ലാറ്റൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യണം? അത് അബ്സോർബ് ചെയ്യണം. അപ്പോൾ ആ ലാറ്റൻ്റ് ഹീറ്റും നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ, അതായത് ഈ ഒരു എന്താൽപ്പി പ്ലസ് എത്ര എമൗണ്ട് ഓഫ് റെഫ്രിജറൻറ്റ് ഇവിടെ വേപ്പറായി കൺവേർട്ടായി, അത്രയും എമൗണ്ട് ഓഫ് ലാറ്റൻ്റ് ഹീറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും എന്താൽപ്പി ഇവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും കൂടി കൂട്ടിയാലാണ് നമ്മുടെ ഈ 1 എന്ന് പറയുന്ന പോയിന്റിലെ എന്താൽപ്പി നമുക്ക് കിട്ടുക, സ്പെസിഫിക് എന്താൽപ്പി നമുക്ക് കിട്ടുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് റെഫ്രിജറൻറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? അവിടുത്തെ ഡ്രൈനസ് ഫ്രാക്ഷനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഡ്രൈനസ് ഫ്രാക്ഷൻ എന്താ തരുന്നത്? ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് എന്താണ്? ഡ്രൈ വേപ്പർ അല്ലേ? ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ വേപ്പർ പ്ലസ് മാസ് ഓഫ് ലിക്വിഡ് അല്ലേ? മാസ് ഓഫ് ലിക്വിഡ്, ടോട്ടൽ മാസ്. അതായത് ഇവിടുത്തെ വെറ്റ് വേപ്പർ റീജിയനിൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഉണ്ടായിരിക്കും, വേപ്പർ റെഫ്രിജറൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ ആ ഒരു വെറ്റ് വേപ്പർ റീജിയനിൽ, വെറ്റ് വേപ്പറിൽ, അതായത് ലിക്വിഡ് റെഫ്രിജറൻറ്റ്, ടോട്ടൽ മാസ് ഓഫ് വേപ്പർ റെഫ്രിജറൻറ്റ് പ്ലസ് ലിക്വിഡ് റെഫ്രിജറൻറ്റ്, മാസ് ഓഫ് റെഫ്രിജറൻറ്റ്, ലിക്വിഡ് റെഫ്രിജറൻറ്റ് പ്ലസ് മാസ് ഓഫ് വേപ്പർ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വെറ്റ് വേപ്പറിൻ്റെ ടോട്ടൽ മാസ്. അതിൽ എത്ര മാസ് ഓഫ് ഡ്രൈ വേപ്പർ പ്രസൻ്റ് ആണ്, അതാണ് എന്ത്? ഡ്രൈനസ് ഫ്രാക്ഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എത്ര എമൗണ്ട് ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പറായി മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്തെങ്കിലും പറ്റും. ഈ ഒരു എമൗണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഡ്രൈനസ് ഫ്രാക്ഷനിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ലാറ്റൻ്റ് ഹീറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും എമൗണ്ട് ഓഫ് ലാറ്റൻ്റ് ഹീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പെർ കിലോഗ്രാം. ഒരു കിലോഗ്രാമിൽ അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ 1 കിലോഗ്രാമിൽ ആഡ് ചെയ്യുന്ന
അല്ലെങ്കിൽ ഈ ഒരു 1-ലെ സ്പെസിഫിക് എൻതാൽപ്പി 1 കിലോഗ്രാമിൽ ഈ ഇവിടുത്തെ റെഫ്രിജറൻറ്റിൻ്റെ 1 കിലോഗ്രാം റെഫ്രിജറൻറ്റിൻ്റെ ഇവിടുത്തെ സ്പെസിഫിക് എൻതാൽപ്പി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സ്പെസിഫിക് എൻതാൽപ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ കഴിയും. അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ഒന്നും കൂടി പറയുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഒരു കണ്ടീഷനിലുള്ള -10°C ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ എൻതാൽപ്പി, സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ എൻതാൽപ്പി പ്ലസ് അത് വേപ്പറൈസേഷൻ നടക്കുന്നുണ്ട് ഇവാപ്പറേറ്ററിൽ. അപ്പോൾ കംപ്ലീറ്റ് വേപ്പറായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഡയറക്റ്റ് ഇവിടെ നിന്ന് കിട്ടും, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറായി. പക്ഷേ ഇത് വെട്ട് വേപ്പറിലാണ് വരുന്നത്. അപ്പോൾ ആ വെട്ട് വേപ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ വേപ്പർ റെഫ്രിജറൻറ്റ് വരുന്നുണ്ടെങ്കിൽ ലാറ്റൻ്റ് ഹീറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ലാറ്റൻ്റ് ഹീറ്റ് എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എത്രത്തോളം ലാറ്റൻ്റ് ഹീറ്റ് ആഡ് ചെയ്യണം എന്നുള്ളത് അവിടെ എത്രത്തോളം ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പറായി എന്നുള്ളതാണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഡ്രൈനെസ് ഫ്രാക്ഷനിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ ടോട്ടൽ ലാറ്റൻ്റ് ഹീറ്റ് പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറൻറ്റ് കിട്ടും. അതും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, സ്പെസിഫിക് എൻതാൽപ്പി ആയിട്ട് 0.1 നമുക്ക് ലഭിക്കുക. അതാണ് H1 + Q1 × L1. Q1 എന്ന് പറഞ്ഞാൽ ഡ്രൈൻസ് ഫ്രാക്ഷൻ, L1 എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓർത്തിരിക്കുക. എന്നാൽ നിങ്ങൾ നോക്കുക, നമുക്കിവിടെ H1 നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. H1 എന്ന് പറയുന്നത് -10°C സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ എൻതാൽപ്പിയാണ്. -10°C സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ എൻതാൽപ്പി ഇവിടെ ഉണ്ട് അല്ലേ. എൻതാൽപ്പി ഓഫ് ലിക്വിഡ് kJ/kg. ലിക്വിഡ് -10°C എന്താണ്, 154 ആണ്. വേപ്പർ ആണെങ്കിൽ വേറെയാണ്. ലിക്വിഡിൻ്റെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടി. പക്ഷേ Q1 L1 അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു അസംഷൻ ഉണ്ട് ആൾറെഡി. എന്താണ്, 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് അല്ലെങ്കിൽ അഡിയബാറ്റിക് കംപ്രഷനാണ്. അപ്പോൾ അത് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രൈനസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ്, നമുക്കറിയാം 1ലെയും 2ലെയും എൻട്രോപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, കാരണം ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. നമുക്ക് 2ലെ എൻട്രോപ്പി നമുക്കറിയാം അല്ലേ. 2ലെ എൻട്രോപ്പി നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടും. 2ലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 40°C വേപ്പറിൻ്റെ, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ എൻട്രോപ്പിയാണ്. കാരണം ഇത് വേപ്പർ ലൈനാണ്. ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിലെ 40°C എൻട്രോപ്പി അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ബട്ട് നിങ്ങൾക്കറിയാം 1ലെ എൻട്രോപ്പിയും അത് തന്നെയാണ് എന്നുള്ളത് അറിയാം. ബട്ട് 1ലെ എൻട്രോപ്പി നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ സ്പെസിഫിക് എൻതാൽപ്പി കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടെ സ്പെസിഫിക് എൻട്രോപ്പി കണ്ടുപിടിക്കാൻ നമുക്ക് ചെറിയൊരു മെത്തേഡ് ഉണ്ട് 1ലെ. അപ്പോൾ 5(1) എന്താണ്, 5(2), അതായത് എൻട്രോപ്പി ആയിട്ട് 1 എൻട്രോപ്പി ആയിട്ട് 2. അപ്പോൾ 5(1) കണ്ടുപിടിക്കാൻ നമുക്കൊരു ഐഡിയ ഉണ്ട്. അതെന്താണ്, ഈ 1 എന്ന് പറയുന്ന പോയിന്റിലെ ലിക്വിഡിൻ്റെ, സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ എൻട്രോപ്പി അതെന്ത് ചെയ്യുന്നുണ്ട്, അത് ഇവിടേക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ആരാണ്, ഇവിടുത്തെ ലാറ്റൻ്റ് ഹീറ്റിലാണ്. അപ്പോൾ ലാറ്റൻ്റ് ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എൻട്രോപ്പി ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ എൻട്രോപ്പിയുടെ കൂടെ എന്ത് ചെയ്യണം, പ്ലസ് ഇവിടെ ലാറ്റൻ്റ് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എത്രത്തോളം ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത് അതും കൂടി കണ്ടുപിടിച്ചാൽ, ആ ഒരു എൻട്രോപ്പി ചേഞ്ച് കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 എന്ന് പറയുന്ന പോയിന്റിലെ എൻട്രോപ്പി കിട്ടും. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിലെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്, 511 എൻട്രോപ്പി അറ്റ് -10°C സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ എൻട്രോപ്പി പ്ലസ് ലാറ്റൻ്റ് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച്. അതെന്താണ്, അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം ആൾറെഡി ഹീറ്റ് എന്താണ്, എൻട്രോപ്പിയുടെ ഇക്വേഷൻ Q/T. സ്പെസിഫിക് എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്താണ്, Q/T. Q മീൻസ് ഹീറ്റ്. ആക്ച്വലി എന്താണ്, Q മീൻസ് ഹീറ്റ് ആണ് കേട്ടോ. അതായത് വലിയ Q ആവും ചെറിയ Q ആവും, അത് നിങ്ങളുടെ ഇഷ്ടം. Q/T എന്ന് പറഞ്ഞാൽ എന്താണ്, എൻട്രോപ്പിയാണ്, kJ/kg കെൽവിൻ. അതാണ് സ്പെസിഫിക് എൻതാൽപ്പിൻ്റെ സ്പെസിഫിക് എൻട്രോപ്പിയുടെ യൂണിറ്റ്. അപ്പോൾ Q/T എന്ന് പറയുന്നത് ആണ് നമ്മുടെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ വരിക. അപ്പോൾ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവിടെ ആഡ് ചെയ്യപ്പെട്ടു, അത് നിങ്ങൾക്ക് Q1 L1. കാരണം L1 എന്ന് പറയുന്ന ലാറ്റൻ്റ് ഹീറ്റ്,
എത്ര എമൗണ്ട് ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പറായി അത് Q1 നിന്ന് കിട്ടും, ഡ്രൈനസ് ഫ്രാക്ഷനിൽ കിട്ടും. ദാറ്റ് Q1 ഇൻറ്റു L1. അപ്പോൾ 1 കിലോഗ്രാമിൽ എത്ര എമൗണ്ട് ഓഫ് വേപ്പർ റെഫ്രിജറൻറ്റ് ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ച് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ ലാറ്റൻറ്റ് ഹീറ്റ് അവിടെ ആഡ് ചെയ്തു. അത് നമുക്ക് Q1 L1 ഇവിടെ കിട്ടും. അപ്പോൾ Q കിട്ടി. ഡിവൈഡഡ് ബൈ അവിടുത്തെ ടെമ്പറേച്ചർ. അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ് നോക്കുക. ടി സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്താണ്? -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 263 ആണ്. അപ്പോൾ അത് നിങ്ങൾ കൊടുത്താൽ ഇപ്പോൾ 511 എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലുള്ള എൻട്രോപ്പി അത് -10 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ വേപ്പറിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത്, വേപ്പർ അല്ല ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് 0.8296 പ്ലസ് എന്താണ് ഡ്രൈനസ് ഫ്രാക്ഷൻ നമുക്കറിയോ? ഡ്രൈനസ് ഫ്രാക്ഷൻ നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. Q1 L1 അതിൽ L1 എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? L1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ ഇവിടെ നോക്കുക. L1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1450 മൈനസ് 154. എന്താണ് 1450? എന്താണ് 154? നമുക്ക് നോക്കാം. ഈ ഒരു -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡിൻ്റെ എന്താൽപ്പി നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് 154. -10 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ എന്താൽപ്പി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ എന്താൽപ്പി നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഈ വേപ്പറിൻ്റെ എന്താൽപ്പിയിൽ നിന്ന് ഈ ലിക്വിഡിൻ്റെ എന്താൽപ്പി മൈനസ് ചെയ്താൽ ലാറ്റൻറ്റ് ഹീറ്റ് കിട്ടും. അതെങ്ങനെ കിട്ടുക? ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുക. അപ്പോൾ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡിൻ്റെ എന്താൽപ്പി ടേബിളിലുണ്ട്. അതുപോലെ ഇതിങ്ങനെ നീട്ടി വരച്ചാൽ ഈ ഒരു കണ്ടീഷനിലുള്ള വേപ്പറിൻ്റെ എന്താൽപ്പിയും നമ്മുടെ ടേബിളിൽ പ്രസൻ്റ് ആണ്. നിങ്ങൾക്കറിയാം ഈ ഒരു ലിക്വിഡ് ഈ ഒരു വേപ്പറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ഒന്നും മാറുന്നില്ല, എന്ത് ചെയ്യണം? ലാറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം ലാറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യണം? ആ ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കണ്ടീഷനിലുള്ള വേപ്പറിൻ്റെ എന്താൽപ്പി മൈനസ് ഈ ഒരു കണ്ടീഷനിലുള്ള ലിക്വിഡിൻ്റെ എന്താൽപ്പി. അത് രണ്ടും നമുക്ക് എവിടെ ഉണ്ട്? നമ്മുടെ ടേബിളിൽ ഉണ്ട്. അപ്പോൾ അതാണ് 1450 മൈനസ് 154. 1450 എന്ന് പറയുന്നത് ഇവിടുത്തത്, അതുപോലെ 154 എന്ന് പറയുന്നത് ഈ -10 ഡിഗ്രി സെൽഷ്യസിലെ ഇവിടുത്തെ ഇത്. അപ്പോൾ ഇത്രത്തോളം ഇവിടെ നിന്ന് 154 നിന്ന് 1450 ആവാൻ എത്രത്തോളം ലാറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യണം? അത് നമുക്ക് 1450 മൈനസ് 154 കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ആ ലാറ്റൻറ്റ് ഹീറ്റ് കിട്ടും. അതാണ് 1296. അതുപോലെ ടി സാച്ചുറേറ്റഡ് വൺ എന്താണ്? അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരുന്നു? ആ ഒരു പ്രോസസ്സിൽ 1 to 2 അല്ല 3 to 4 to 1 നടക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ആ 4 to 1 പ്രോസസ്സിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 263 ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം? 5.2 നമ്മൾ ആൾറെഡി നമുക്ക് 5.2 അറിയാം. അത് നമ്മുടെ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എത്രയാണ്? 5.156. 511 എന്നുള്ളത് നമ്മുടെ ടേബിളിൽ ആൾറെഡി ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? Q1 കണ്ടുപിടിക്കാം. നമ്മുടെ ഡ്രൈനസ് ഫ്രാക്ഷൻ കിട്ടും 0.88. ഓക്കെ, 0.88 എന്നുള്ളത് ഡ്രൈനസ് ഫ്രാക്ഷൻ കിട്ടും നമുക്ക്. ഓക്കെ, ഇത് അതേപോലെ H2 നമ്മുടെ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. H2 എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച്. H2 എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് വേപ്പർ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് സാച്ചുറേറ്റഡ് വേപ്പർ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസിലെ അതിൻ്റെ എന്താൽപ്പിയാണ് 1490. അത് നമുക്ക് അവിടെ കിട്ടി. അതുപോലെ H3 ആൾറെഡി അറ്റ് ടെമ്പറേച്ചർ T2-ലെ അതായത് 40 ഡിഗ്രി സെൽഷ്യസിലെ H3 എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം. സാച്ചുറേറ്റഡ് ലിക്വിഡിൽ 390.5. അത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് H2 കിട്ടി, H3 കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡ്രൈനസ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. ഡ്രൈനസ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്ക് H1 കണ്ടുപിടിക്കാം. H1 is equal to small h1 plus Q1 into L1. ഈ H1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എവിടത്തെ എന്താൽപ്പിയാണ്? H1 ഈ ഒരു കണ്ടീഷനിലുള്ള
സ്പെസിഫിക് എൻതാൽപ്പിയാണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? അത് നമ്മുടെ ടേബിളിൽ നിന്ന് നമുക്കറിയാം. ലിക്വിഡിൻ്റെ -10°C എൻതാൽപ്പി എന്ന് പറയുന്നത് 154 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ 0.88 ഇൻറ്റു എത്ര ലാറ്റൻ്റ് ഹീറ്റ്? ലാറ്റൻ്റ് ഹീറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി 1296 kJ/kg. അത് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1 എന്ന് പറയുന്ന പോയിന്റിലെ സ്പെസിഫിക് എൻതാൽപ്പി നമുക്ക് കിട്ടി. 1 കിലോഗ്രാമിലെ സ്പെസിഫിക് എൻതാൽപ്പി കിട്ടി. 1 കിലോഗ്രാം റെഫ്രിജറന്റിൻ്റെ എൻതാൽപ്പി അല്ലെങ്കിൽ സ്പെസിഫിക് എൻതാൽപ്പി നമുക്ക് എന്ത് കിട്ടി? H1 കിട്ടി. അപ്പോൾ H1 കിട്ടി. H3 നമുക്കറിയാം, H2 നമുക്കറിയാം, H1 അറിയാം. സോ COP നിങ്ങൾക്ക് ഇവിടുന്ന് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. എത്രയാണ് കിട്ടുന്നത്? 4.62 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ COP നമ്മൾ കണ്ടുപിടിച്ചു. ആ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചോദ്യം? മാസ് ഫ്ലോ റേറ്റ് ചോദിക്കുന്നുണ്ട്. മാസ് ഫ്ലോ റേറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കപ്പാസിറ്റി തന്നിട്ടുണ്ട് ഓൾറെഡി 5 ടൺ എന്നുള്ളത്. സോ ആ ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? 5 ടണ്ണിനെ നമ്മൾ മാറ്റണം അല്ലേ? ടൺ എന്നുള്ളത് നമ്മുടെ കൊമേഴ്സ്യൽ യൂണിറ്റ് ആണ്. ബട്ട് അതിനെ നമ്മൾ നമ്മുടെ SI യൂണിറ്റിലേക്ക് മാറ്റണം. എന്താണ്? റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റിലേക്ക് SI യൂണിറ്റ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള യൂണിറ്റിലേക്ക് നമ്മൾ മാറ്റണം. നമ്മളോട് മാസ് ഫ്ലോ റേറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി ഒന്നല്ലെങ്കിൽ നമ്മൾ മാസ് ഫ്ലോ റേറ്റ് മിക്കവാറും നമ്മൾ kg/min കാണാറ്. kg/s കാണാം, kg/h കാണാം. ബട്ട് നമ്മൾ കോമൺലി kg/min എന്ത് ചെയ്യാറ്? മാസ് ഫ്ലോ റേറ്റ് കാണാറ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? kJ/min കേക്ക് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ്. അപ്പോൾ 5 ടണ്ണിനെ 210 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, കാരണം 1 ടൺ എന്ന് പറയുന്നത് 210 kJ/min ആണ്. അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പെർ മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും 1050 kJ/min എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾക്കറിയാം റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറൻറ്റ്. ഓൾറെഡി റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറൻറ്റ് എന്താണ്? H1 മൈനസ് H3 അല്ലേ? നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പെർ കിലോഗ്രാം. കാരണം ഇവിടെയൊക്കെ ഉള്ളത് എന്താണ്? പെർ കിലോഗ്രാമിലാണ് നമുക്ക് ഇവിടെ കിട്ടുക. കാരണം ഇതൊക്കെ എന്താണ്? സ്പെസിഫിക് എൻതാൽപ്പി ആയിരുന്നു അല്ലേ? 1 കിലോഗ്രാമിലുള്ള റെഫ്രിജറൻറ്റിൻ്റെ 1 കിലോഗ്രാം റെഫ്രിജറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് എൻതാൽപ്പി പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം റെഫ്രിജറൻറ്റിനെയാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ അറിയാം. H1 - H3. H1 നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ 1294 എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നിന്ന് കിട്ടി. H3 എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 390. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 കിലോഗ്രാം റെഫ്രിജറൻറ്റ് ഉണ്ടാക്കുന്ന റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് കണ്ടുപിടിക്കാം. 904 kJ/kg. അത് 1 കിലോഗ്രാം റെഫ്രിജറൻറ്റ് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1050 kJ/min ആണ്. അത് 1050 kJ/min എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം അവിടെ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ അത്രയും റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കിലോഗ്രാം റെഫ്രിജറൻറ്റ് 1 മിനിറ്റിൽ അവിടെ ഫ്ലോ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 1 മിനിറ്റിൽ 1050 kJ ഹീറ്റ് അവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. 1 കിലോഗ്രാം റെഫ്രിജറൻറ്റ് 904 kJ ഹീറ്റാണ് അവിടെ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ 1050 kJ ഹീറ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കിലോഗ്രാം പോകണം? അത് 1050 kJ/min ഡിവൈഡഡ് ബൈ, അതായത് ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറൻറ്റ് എന്ന് ചെയ്യുക. 1050/904. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 1.16 kg/min എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇത് കൃത്യമായിട്ട് 1-2 വട്ടം നിങ്ങൾ കണ്ടു നോക്കുക. സാധാരണ ക്ലാസ്സിൽ പറയുന്ന പോലെ പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് വീഡിയോസിലൂടെ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ.